ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ മാസ്ക് ആണ്. അതായത് നമ്മുടെ മുടി വളർച്ച വളരെയധികം കൂട്ടാൻ സഹായിക്കുന്ന, മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന, ഹെയർ ഫോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് മുടി വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ മാസ്ക് ആണ്. ഹെയർ മാസ്കിന് യൂസ് ചെയ്യുന്നത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. നമ്മൾ കറിക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന ഈ കറിവേപ്പില ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ മാസ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കറിവേപ്പില പണ്ട് കാലം തൊട്ടേ എല്ലാവരും മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അത് മുടി എന്താ പറയുക, സ്ട്രെങ്തൻ വയ്ക്കാൻ, ഹെയർ ഫോളിക്കിൾസിന് സ്ട്രെങ്തൻ വയ്ക്കാനും പിന്നെ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് മിറാക്കിൾസ് സംഭവിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ നമുക്കറിയാം. ഇനി നമുക്ക് കറിവേപ്പില ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേറെ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. ബഞ്ച് ഓഫ് കറിവേപ്പില നമുക്ക് ഉപയോഗിക്കാം. ഒരു 10 തണ്ടോളം കറിവേപ്പില എങ്കിലും എടുക്കണം. പിന്നെ വേണ്ടത് ചെമ്പരത്തി പൂവാണ്. നല്ല ചുവന്ന ചെമ്പരത്തി, 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിയുടെ പൂവാണ് വേണ്ടത്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. 2 3 ചെമ്പരത്തി പൂവ് എടുക്കാം. പിന്നെ വേണ്ടത് ഏറ്റവും എന്താണ് പറയുക, നമ്മുടെ തലയ്ക്ക്, നമ്മുടെ സ്കാൽപ്പിന് നല്ല കുളിർമ തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല കട്ട തൈര്, യോഗട്ട് അഥവാ കേട് എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ കേടെന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു നറിഷ്മെൻറ്റ് തരുന്നൊരു സംഭവമാണ്. അപ്പോൾ കേടാണ് നമ്മുടെ മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ്. നാലാമത്തെ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവ പൊടിയാണ്. ഉലുവ പൊടി തന്നെ ഉപയോഗിക്കണമെന്നില്ല, കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയും നമ്മൾ ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഉലുവ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ, അത് സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇനി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കറിവേപ്പിലയും നമ്മൾ എത്രയാണോ കറിവേപ്പില എടുത്തത് അതും പിന്നെ ചെമ്പരത്തിയുടെ പൂവും അത് ഇതളുകളായിട്ട് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഒട്ടും തരി ഉണ്ടാവാണ്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അതിനുശേഷം ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈര്. 2 ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയുള്ള അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയുടെ പൊടിയാണ് അല്ലേ. വാങ്ങിച്ച പൊടി ഉപയോഗിക്കാം, നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പൊടി ഉപയോഗിക്കാം, എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അഥവാ നിങ്ങൾ ഉലുവ പൊടി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉലുവ തലേ ദിവസം ഒന്ന് കുതിർത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ചെമ്പരത്തിയും കറിവേപ്പിലയൊക്കെ അരയ്ക്കുന്നതിന് തൊട്ട് മുന്നേ ഉലുവയുടെ ആ ഒരു ഇത് അരച്ചെടുക്കുക. അതിന് ശേഷം അതിലേക്ക് തന്നെ ഈ കറിവേപ്പിലയും ചെമ്പരത്തിയുടെ പൂവും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ തൈര് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഉലുവ പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം, തൈരും മിക്സ് ചെയ്തതിന് ശേഷം ഉലുവ പൊടി 2 ടേബിൾ സ്പൂൺ, ഓക്കെ, അത്രയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇതാണ് നമ്മുടെ ഹെയർ മാസ്ക് എന്ന് പറയുന്നത്. ഈ ഹെയർ മാസ്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി, അല്ലെങ്കിൽ ആ നോർമൽ കൺസിസ്റ്റൻസിയിൽ തന്നെ ചെയ്യുക. എനിക്ക് തോന്നുന്നു ചെമ്പരത്തി പൂവിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തൈരും ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ട് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിക്കാണ്ട് ചെയ്താലും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസ്ക് കുറച്ച് തിക്കാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്തോളുക. ഇത് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് നമ്മളിത് സ്കാൽപ്പിൽ മുടിയിൽ ഇങ്ങനെ വെക്കുക. അതിന് ശേഷം ഇത് ഒരുപാട് ഉണങ്ങിപ്പോവാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു ഷവർ ക്യാപ്പോ ഒക്കെ തലയിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. അപ്പം ഒരുപാട് ഡ്രൈ ആവത്തില്ല. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണം, ഷാമ്പു യൂസ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ, യാതൊരു പ്രശ്നമില്ല. മൈൽഡ് ഷാമ്പു വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. ഒരു നിർബന്ധമില്ല ഷാമ്പു യൂസ് ചെയ്യണം എന്നുള്ളത്. ചെമ്പരത്തി പൂവെന്ന് പറയുന്നത് ഒരു അടിപൊളി ഷാമ്പു തന്നെയാണ്. അതുകൊണ്ട് ഷാമ്പു ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നിർബന്ധമാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷാമ്പു ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് എന്നോട് എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് പറഞ്ഞു തരുമെന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അടിപൊളി ഹെയർ പാക്കാണ്.
അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നും ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്ത് കാണിക്കുന്നില്ല എന്നുള്ളത്. ബാക്കിയൊക്കെ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് ചെയ്ത് കാണിക്കുന്നില്ല എന്ന് സംശയം തോന്നുന്നവരോട് ഞാൻ പറയാം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഒരു ടിപ്പ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ടിപ്പും കൂടി ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടാണ് കാണിക്കാത്തത് കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്ന ടിപ്പ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ടിപ്പ് ഇപ്പോൾ ഈ ഒരു കറിവേപ്പിലയുടെ ടിപ്പ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിർബന്ധമാണെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റുട്ടീൻ കഴിയട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എഫക്റ്റീവാണ് മുടി കറുപ്പ് വയ്ക്കാനും. ഇപ്പോൾ ഹെയർ ഗ്രേയിങ് ഒക്കെ ഉള്ള പ്രീമെച്യൂർ ഗ്രേയിങ് ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഐറ്റമാണ്, ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. പിന്നെ ഹെയർ ഫോൾ കുറയ്ക്കും, ഹെയർ സ്ട്രോങ് ആക്കും, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇനി ഇത് എത്ര നാൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഹെയർ ഫോളിൻ്റെ ഇൻറ്റൻസിറ്റി, നിങ്ങളുടെ ഹെയർ ടൈപ്പിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും, ചിലവർക്ക് ഡാമേജ്ഡ് ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. കുറച്ച് നാൾ അപ്ലൈ ചെയ്തെങ്കിലേ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ വളരെയധികം ഇഫക്റ്റീവ് ആണെന്നുള്ളത് 100% ഷുവർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിത് ആഴ്ചയിൽ 2 or 3 തവണ ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മടിക്കാണ്ട് എന്നെ അറിയിക്കുക. ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബിഫോർ ഒരു പിക്ചർ എടുക്കുക മുടിയുടെ. അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മുടിക്ക് മാറ്റം ഫീൽ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി ഈ ഒരു മുടിയുടെ പിക്ചർ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ എടുത്ത പിക്ചേഴ്സ് എനിക്കും കൂടി അയച്ചു തരും, ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിക്ചേഴ്സ് എനിക്ക് നിങ്ങൾ മെയിൽ അയച്ചാൽ മതി. എൻ്റെ മെയിൽ ID എന്ന് പറയുന്നത് parusparadise4u@gmail.com. ഞാനിവിടെ എഴുതി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മെയിലിലേക്ക് നിങ്ങൾ എനിക്ക് പിക്ചേഴ്സ് അയച്ചു തരിക. അപ്പോൾ അങ്ങനെ നല്ല മാറ്റമുള്ള പിക്ചേഴ്സൊക്കെ ഞാൻ എന്തായാലും കമൻറ്റ് ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം. ബൈ.